റജബ് മാസം തുടങ്ങിയിരിക്കുന്നു. ആകാശത്ത് വെള്ളി നൂലുപോലെ അമ്പിളിമാമൻ ഉദിച്ചു. ആയിഷയും ഉപ്പ ഫൈസലും ജനലിലൂടെ ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. ആയിഷയ്ക്ക് അവളുടെ കൂട്ടുകാരിയായ നൂർ ഒരു മനോഹരമായ കഥാപുസ്തകം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ നിറയെ പൂക്കളുടെയും ശലഭങ്ങളുടെയും ചിത്രങ്ങളുണ്ട്. ആയിഷ മുറിയിൽ തനിച്ചിരുന്ന് ആ പുസ്തകം നോക്കി രസിക്കുമ്പോൾ പെട്ടെന്ന് ആയിഷന്റെ കൈ അറിയാതെ തട്ടി അരികിലിരുന്ന ജ്യൂസ് ഗ്ലാസ് പുസ്തകത്തിലേക്ക് മറിഞ്ഞു വീണു. പുസ്തകത്തിലെ മനോഹരമായ ചിത്രങ്ങൾ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ആയിഷ പേടിയോടെ പുസ്തകത്തിലേക്ക് നോക്കി. നൂർ വഴക്കു പറയുമോ എന്ന് പേടിച്ച് ആയിഷ പുസ്തകം വേഗത്തിൽ സോഫയുടെ അടിയിലേക്ക് തള്ളി മാറ്റി. ആരും കാണാതിരിക്കാൻ അവൾ അവിടെ ഒരു കുഷ്യൻ വെച്ചു. പക്ഷെ അവളുടെ മനസ്സിന് ഒരു സുഖവും തോന്നിയില്ല. രാത്രി ഭക്ഷണത്തിന് ശേഷം ആയിഷ സങ്കടപ്പെട്ടിരിക്കുന്നത് ഉപ്പ ഫൈസൽ ശ്രദ്ധിച്ചു. അദ്ദേഹം അവളുടെ അരികിൽ വന്നിരുന്നു. എന്തുപറ്റി എൻ്റെ ആയിഷ മോൾക്ക്? ഇന്നാ ചിരി എവിടെ പോയി? ഉപ്പ സ്നേഹത്തോടെ ചോദിച്ചു. ഉപ്പ പറഞ്ഞു, മോളെ, ഇത് റജബ് മാസമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വിത്തുകൾ പാകേണ്ട സമയം. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് ഏറ്റുപറയുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അത് നമ്മുടെ മനസ്സിലെ സങ്കടം മായ്ച്ചു കളയും. റജബ് മാസം പുണ്യങ്ങളുടെ തുടക്കമാണെന്ന് ഉപ്പ വിശദീകരിച്ചു കൊടുത്തു. ആയിഷ മെല്ലെ സോഫയുടെ അരികിലേക്ക് നടന്നു. അവൾ ഒളിച്ചുവെച്ച ആ നനഞ്ഞ പുസ്തകം കയ്യിലെടുത്തു. അവളുടെ ഉള്ളിലിപ്പോൾ വലിയൊരു ധൈര്യം തോന്നി. അടുത്ത ദിവസം രാവിലെ തന്നെ ആയിഷ നൂറിന്റെ വീട്ടിലേക്ക് പോയി. അവൾ ആ പുസ്തകം നൂറിക്ക് നീട്ടി. നൂർ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഇതിൽ ജ്യൂസ് വീണുപോയി, ആയിഷ സങ്കടത്തോടെ പറഞ്ഞു. നൂർ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ആയിഷ ഓടി വന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ചു. അവളുടെ മനസ്സിലിപ്പോൾ സന്തോഷത്തിന്റെ 1000 പൂക്കൾ വിരിഞ്ഞു. റജബിലെ രണ്ടാമത്തെ നന്മയുടെ വിത്ത് ആയിഷ നട്ടുകഴിഞ്ഞു.